ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഗോവയിൽ. സ്കൂട്ടർ ഓടിച്ച് നമ്മൾ രാവിലെ ഇറങ്ങി. ഈ റോഡിലെത്തിയപ്പോൾ നല്ല തിരക്ക്. എന്തിനാണ് ഇവരെല്ലാം ഇങ്ങനെ തിരക്കൂടി ഇവിടെ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ അവരോട് ചോദിച്ചു എന്താണ് ഇവിടെയെന്ന്. അപ്പോഴാണ് ഡിയർ സിന്ദഗിയിൽ ഷാറൂഖ് ഖാനും ആലിയ ഭട്ട് സൈക്കിൾ ഓടിച്ച റോഡാണെന്ന് മനസ്സിലായത്. അങ്ങനെ ആ റോഡിൽ കൂടെ സൈക്കിൾ ഓടിച്ച് വീഡിയോ എടുക്കാൻ അവർ റെന്റേ സൈക്കിളും അവിടെ വെച്ചിട്ടുണ്ട്. സൈക്കിൾ ഇല്ലെങ്കിലും സ്കൂട്ടർ വെച്ച് നമുക്ക് 2 വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളും എടുത്തു 2 വീഡിയോ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ആൽക്കഹോൾ മ്യൂസിയത്തിലേക്കാണ്. ഓൾ അബൌട്ട് ആൽക്കഹോൾ. നമ്മളവിടെ ചെന്നപ്പോൾ അവിടുത്തെ എന്തോ സ്പെഷ്യൽ ഡേ ആയിരുന്നു. അങ്ങനെ എനിക്കും കിട്ടി ഒരു പൂക്കിരീടം. അടുത്തതായിട്ട് അവിടുത്തെ കോക്ടെയിൽ ടേസ്റ്റിംഗ് ആണ്. പലതരത്തിലുള്ള കോക്ടെയിൽ ഷോട്ട്സ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് തരും, ഒക്കെ നമുക്ക് കുടിക്കാം. ഗോവയെന്ന് പറയുമ്പോഴേ അറിയാമല്ലോ, അവിടെ ഫുള്ള് വെള്ളമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരും ഫുൾ ടൈം വെള്ളത്തിലാണ്. അത് കഴിഞ്ഞാൽ ഒരു ഡാൻസ്, അതും മസ്റ്റാണ്. അങ്ങനെ ഞങ്ങളും കളിച്ചു ഡാൻസ്. അങ്ങനെ അവിടുന്ന് ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലേക്ക്. ഇവിടെ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ക്രൗഡൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ വന്നത് പാക്കേജ് ഒന്നും എടുക്കാണ്ടാണ്, റൂം മാത്രം ജസ്റ്റ് ബുക്ക് ചെയ്തു. അതുകൊണ്ട് സ്കൂട്ടറും എടുത്ത് രാവിലെ നമുക്ക് ഇറങ്ങാം, ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അതെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ആ ഡാൻസ് കളിച്ച് പോണത് നമ്മുടെ ഫോണും സ്റ്റാൻഡുമാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി.